ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഈവനിങ് സ്നാക്കാണ്. നേന്ത്രപ്പഴവും ചോറും ഒക്കെ കൂട്ടി തയ്യാറാക്കുന്ന ഈവനിങ് സ്നാക്ക് വളരെ ഈസിയായി നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിത് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ് കേട്ടോ. അത് തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 1/4 കപ്പ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. 1/4 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഇനി ബാക്കിയുള്ള മൈദ കൂടി ഇട്ട് കൊടുത്ത് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. കണ്ടില്ല, ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം. നമ്മൾ കൈക്കൊണ്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണയിലേക്ക്. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് നേരെ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഓയിൽ നല്ല ചൂടായതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. കൈ കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. സ്പൂൺ വെച്ചിട്ടൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഇങ്ങനെ പൊള്ളച്ച് വരും. ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടത് കൊണ്ട് നല്ല പൊള്ളച്ച് വരും. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ. മധുരമൊക്കെ ചേർത്തതാണ്, പെട്ടെന്ന് കളർ മാറി വരും. അപ്പോൾ വെന്ത് കിട്ടാൻ പണിയായിരിക്കും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കണം. ഒരു പ്രാവശ്യം നമ്മൾ ചുട്ടെടുത്തു. ഇനി അടുത്ത് കൂടി ഇട്ടിട്ട് അതുപോലെ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ 2 പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്.
കണ്ടില്ലേ നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.